പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെക്കുറിച്ച് അധികാരം പിടിച്ചതിന് ശേഷം കോൺഗ്രസിന്റെ സ്പീക്കറായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ മാധ്യമങ്ങളിലൂടെ ഒരു വ്യക്തിയെ പലതരത്തിലുള്ള ചാപ്പകൾ കുത്താൻ പരിശ്രമിക്കുമ്പോൾ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരുൾപ്പെടെയുള്ളവരുടെ മനസ്സിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി എന്താണെന്ന് തിരുവഞ്ചൂർ പറയുന്നത് തന്നെ ഒന്ന് കേട്ടോളൂ. പക്ഷെ പിണറായി വിജയൻ അതിനേക്കാൾ കുറച്ചുകൂടി കർക്കശവും ലക്ഷ്യബോധമുള്ളയാണ്. അദ്ദേഹം ഒരു ലക്ഷ്യം വെച്ചാൽ ആ ലക്ഷ്യത്തിലെത്തിക്കുന്നതിന് വേണ്ടി നീങ്ങുന്ന ഒരു വ്യക്തിയാണ്. ഇത് മൂന്ന് ശൈലിയാണ്. ശ്രീ നായനാർ ഏറെക്കുറെ ഒരു കോൺഗ്രസ് ശൈലിയാണ്. അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടുകളും അദ്ദേഹത്തിൻ്റെ സമീപനമൊക്കെ അതുപോലെ യോജിക്കുന്നതാണ്. ശ്രീ അച്യുതാനന്ദൻ അതല്ല. അദ്ദേഹം ഒരു പ്രോലിറ്റേറിയൻ രൂപത്തിൽ അദ്ദേഹം വളർന്നു വന്നതാണ്. ശ്രീ പിണറായി വിജയൻ അതിനേക്കാൾ വ്യത്യസ്തമായി അദ്ദേഹം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് വന്ന് കയറി നിന്നത് CPM-ൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവായിട്ടാണ്. ആ കാർക്കശ്യം അദ്ദേഹം പാർട്ടിക്കകത്തും സമൂഹത്തിന് മുമ്പിലും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാവുന്നിടത്തോളം ശ്രീ പിണറായി വിജയൻ ഒരു ശുദ്ധ മനസ്സിൻ്റെ ആളാണ് എന്നാണ് എൻ്റെ വിലയിൽ. കേട്ടല്ലോ, കാർക്കശ്യവും ലക്ഷ്യബോധവുമുള്ള ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടതെന്താണ്? ഈ രണ്ട് ക്വാളിറ്റിയുമാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ വികസനങ്ങൾ ഏതുവരെ പോകണം, അതിലെവിടെയെങ്കിലും ഒരു ലക്ഷ്യം വെച്ചാൽ ആ ലക്ഷ്യത്തിലെത്താൻ കഠിനമായും ഒപ്പം തന്നെ എന്ത് വിലയും കൊടുത്ത് പരിശ്രമിക്കുന്ന വ്യക്തി. അത് ഒരു മോശം ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ നാട്ടിൽ സംഘപരിവാർ മനോഭാവമുള്ള മാധ്യമങ്ങൾ സൃഷ്ടിച്ച വ്യക്തി എന്നതിനപ്പുറം കോൺഗ്രസ്സുകാർക്ക് പിണറായി വിജയൻ എന്ന വ്യക്തിയെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്തെന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പൊന്നുമില്ല, ഇലക്ഷനൊക്കെ കഴിഞ്ഞു. 10 വർഷത്തിന് ശേഷം വലിയൊരു ലക്ഷ്യബോധത്തോടു കൂടി സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ പലതരത്തിലുള്ള കുപ്രചരണങ്ങളും പ്രചാരവേലകളും മതവികാരവും ഒക്കെ ഇളക്കിവിട്ട് അധികാരം പിടിച്ചെങ്കിലും നാടിനെ നയിച്ച മുഖ്യമന്ത്രിയെക്കുറിച്ച് കോൺഗ്രസുകാരുടെ മനസ്സിലുള്ള അഭിപ്രായം എന്താണെന്നാണ് തിരുവഞ്ചൂർ തുറന്നു പറയുന്നത്. ശ്രീ പിണറായി വിജയൻ അതിനേക്കാൾ കുറച്ചുകൂടി കർക്കശവും ലക്ഷ്യബോധമുള്ളയാണ്. അദ്ദേഹം ഒരു ലക്ഷ്യം വെച്ചാൽ ആ ലക്ഷ്യത്തിലെത്തിക്കുന്നതിന് വേണ്ടി നീങ്ങുന്ന ഒരു വ്യക്തിയാണ്. ഇത് മൂന്ന് ശൈലിയാണ്. ശ്രീ നായനാർ ഏറെക്കുറെ ഒരു കോൺഗ്രസ് ശൈലിയാണ്. അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാടുകളും അദ്ദേഹത്തിൻ്റെ സമീപനമൊക്കെ അതുപോലെ യോജിക്കുന്നതാണ്. ശ്രീ അച്യുതാനന്ദൻ അതല്ല. അദ്ദേഹം ഒരു പ്രോലിറ്റേറിയൻ രൂപത്തിൽ അദ്ദേഹം വളർന്നു വന്നതാണ്. ശ്രീ പിണറായി വിജയൻ അതിനേക്കാൾ വ്യത്യസ്തമായി അദ്ദേഹം വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് വന്ന് കയറി നിന്നത് CPM-ൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവായിട്ടാണ്. ആ കാർക്കശ്യം അദ്ദേഹം പാർട്ടിക്കകത്തും സമൂഹത്തിന് മുമ്പിലും പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കറിയാവുന്നിടത്തോളം ശ്രീ പിണറായി വിജയൻ ഒരു ശുദ്ധ മനസ്സിൻ്റെ ആളാണ് എന്നാണ് എൻ്റെ വിലയിൽ. ബാക്കി ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആ ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി അല്ലെങ്കിൽ വ്യക്തി ഇനി നമുക്ക് ഭീഷണിയാകാതിരിക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചെയ്യുന്നവയാണ്. അതിനപ്പുറത്തേക്ക് അഴിമതിക്കാരൻ എന്നൊരു വാക്ക് തിരുവഞ്ചൂർ ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കാത്തതിന്റെ കാരണം എന്തായിരിക്കും? വ്യക്തിപരമായി തന്നെ തിരുവഞ്ചൂരിന് അറിയായിരിക്കും പിണറായിയുടെ ശൈലി എന്താണെന്ന്. അപ്പോൾ കോൺഗ്രസിലെ സ്പീക്കറായിട്ടുള്ള മുതിർന്ന നേതാവ് തന്നെ ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ മാധ്യമങ്ങളെയും സംഘപരിവാർ സ്വാധീനമുള്ള പല കേന്ദ്രങ്ങളിൽ നിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വ്യക്തിയെക്കുറിച്ച് മലവെള്ളപ്പാച്ചിൽ പോലെ വന്ന പല വിവരങ്ങളും അത് മനഃപൂർവ്വമായി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ആ ഏറ്റുപറച്ചിൽ.